ഞങ്ങൾ ഇന്ന് പുഴ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. തോനെ ദൂരമുണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. വിഷുവൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണുന്നത് കണിക്കൊന്നയാണ്. പാവച്ചി കണിക്കൊന്ന കുക്കുവാക്കി ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി മുമ്പിൽ തന്നെ നടക്കുന്നുണ്ട്. രണ്ടാൾക്കും പക്ഷെ വഴി അറിയത്തില്ല. അതിൻ്റെ യാതൊരു അഹങ്കാരം അവർക്കില്ല കേട്ടോ. അതിനെ ഓടിച്ചാടി വരമ്പത്തൂടെ കയറിയിട്ടൊക്കെ ഒരു തോന ദൂരം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുന്നിക്കുരുവിൻ്റെ വള്ളി കാണുന്നത്. അപ്പോൾ രണ്ടാൾക്കും കുന്നിക്കുരു വേണം. അങ്ങനെ കുന്നിക്കുരുവൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി കേട്ടോ. ഓടിയും ചാടിയും ഒക്കെ രണ്ടാളും അവസാനം പുഴയുടെ അടുത്തെത്തി തുടങ്ങി കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. രണ്ടാൾക്കും വഴി തെറ്റി വേറെ എവിടേക്കോ ആണ് പോയത്. അവിടെ പുഴയൊന്നല്ല ഉണ്ടായിരുന്നത്, പുഴയ്ക്ക് പകരം കുറച്ച് വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വേറെ വഴി കൂടെ പോയപ്പോൾ പുഴ കണ്ടു കേട്ടോ. പുഴയുടെ അടുത്തെത്തിയപ്പോഴാണെങ്കിലോ നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളും കഥയൊക്കെ പറഞ്ഞ് പോയി കയറി നിൽക്കുന്നത് വളഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ വേരുഭാഗത്താണ് കേട്ടോ. പെറുക്കിയ കുന്നിക്കുരുവിൻ്റെ ബാക്കിയൊക്കെ വെള്ളത്തേക്ക് എറിഞ്ഞ് രണ്ടാളും കൂടി അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഞാൻ വീഡിയോ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കാണുന്നത്. അങ്ങനെ വീണ്ടും അവരെറിയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞണ്ടിനെയൊക്കെ കണ്ടു. തോന നേരമായതുകൊണ്ടും മഴ പെയ്യാറായതുകൊണ്ടും ഒക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ.